ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ തന്നെ ഞങ്ങളിത് കുർബാനയ്ക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ സമയമായിക്കൊണ്ടിരിക്കുന്നു, ഇറങ്ങേണ്ട സമയം. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് അച്ഛൻ്റെ അറിയിപ്പ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. മുഴുവൻ വായിച്ചെത്തിയെന്ന് തന്നെ പറയാൻ പറ്റില്ല. എന്തായാലും പോയി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ബൈബിൾ ക്വിസൊക്കെ കഴിഞ്ഞിട്ടെന്ന് വീട്ടിലേക്ക് വരുമെന്ന്. അഞ്ജുന് കാറ്റഗിസം ഇല്ല. കാറ്റഗിസത്തിൻ്റെ സമയത്ത് ബൈബിൾ ക്വിസ് അഞ്ജുന് എഴുതണം, ഞങ്ങൾക്ക് എല്ലാവർക്കും എഴുതണം. അപ്പോൾ എല്ലാവരുടെയും ഏജിനനുസരിച്ച് ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് ഞങ്ങളുടെ ബൈബിൾ ക്വിസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ഞങ്ങൾക്കിത് അവിടെ ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഇന്നലെ തൊട്ട് വൈകുന്നേരം തൊട്ട് ഇങ്ങനെ കാലാവസ്ഥ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മഴ ദിവസമാണ്, ചെറുതായി മഴ പൊടിയുന്നുണ്ട്. ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. ഇന്ന് വലിയ ചൂടൊന്നുമില്ല. മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇതാ പോണ് ഞങ്ങളുടെ സ്കൂൾ ബസ്, മുൻപിൽ പോകുന്ന സ്കൂൾ ബസ്സാണ്. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെയുള്ള കുറച്ച് ഹോസ്റ്റൽ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ വണ്ടിക്ക് പോകാൻ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇതാ ബസ്സിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ തൊട്ട് പുറകെ നമ്മളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പള്ളി ഇതേ അടുത്തെത്താറായി. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കുർബാന കഴിഞ്ഞിട്ട് ബൈബിൾ ക്വിസും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അഞ്ചു ഇതാ പുറകിലിരിപ്പുണ്ട്. അഞ്ചു ഇതാ പുറകിൽ. അപ്പോൾ ബൈബിൾ ക്വിസൊക്കെ നല്ല എളുപ്പമായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമായിരുന്നു. ആൻസേഴ്സ് ഇപ്പം എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊക്കെ നമുക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ആൻസർ വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാം എഴുതിയിട്ടുണ്ട്. 103 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറുപ്പിച്ച് വെച്ചാൽ മതി. ആൻസർ ഏതെന്ന് നോക്കി കറുപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പിന്നെ 3 ആൻസേഴ്സ് എഴുതണം കേട്ടോ. 3 ആൻസേഴ്സ് നമ്മൾ പേഴ്സണലി എഴുതേണ്ട ആൻസേഴ്സ്. അപ്പോൾ അങ്ങനെ ബൈബിൾ ക്വിസൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് ഇതാ പോന്നിരിക്കുന്നു. ചേട്ടൻ എഴുതിയിട്ടില്ല കേട്ടോ. ചേട്ടൻ മടിയൻ ചേട്ടൻ എഴുതിയിട്ടില്ല. ഞാനും അഞ്ചും എഴുതി. ചേട്ടൻ എഴുതാതെ പോന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം. ഞങ്ങളങ്ങനെ കുർബാനയും ബൈബിൾ ക്വിസും ഒക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ചെയ്ത് വെച്ചിട്ട് പോയത്. കാരണം ഇന്ന് ബൈബിൾ ക്വിസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ സ്റ്റ്യൂ കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പം കുറച്ച് ഉണ്ടാക്കി വെച്ചു രാവിലെ. നമുക്ക് നല്ല അടിപൊളി അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല സൂപ്പർ അപ്പം, നല്ല ഹോൾസ് ഉള്ള രീതിയിൽ ഇതാ നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ. ഇതിൻ്റെ മുകളിൽ അടിവശം കൊണ്ടിട്ട് ഇങ്ങനെ ഇത്തിരി ഈ അപ്പത്തിൻ്റെ അടിവശം ഇങ്ങനെ കൊണ്ട് അങ്ങനെ കളർത്തി മാറിയിട്ടില്ല. അപ്പത്തിൻ്റെ മാവ് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കി. ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. അപ്പോഴേക്കും പള്ളിയിൽ പോകേണ്ട സമയമായിരുന്നു. അതാ മാവ് നല്ല അടിപൊളിയായിട്ട് മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ അപ്പം നമുക്ക് ഉണ്ടാക്കാനിരിക്കുകയാണ്. മാവ് എനിക്കത് ഉണ്ടാക്കണം. കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഓർത്തു കറി ഉണ്ടാക്കാമെന്ന്. കറി റെഡിയാക്കി വെക്കണമെങ്കിൽ അഞ്ചുവിന് വിശക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അഞ്ചുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കറിക്ക് ഞാൻ രാവിലെ പോയപ്പോൾ ഞാൻ എന്താ ചിക്കനും പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ഒരു ഹാഫ് സവോള കട്ട് ചെയ്തിട്ട് ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് കുക്ക് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇത് കുക്കായി ഇരിപ്പുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ റെഡിയാണ്. 1-ാം പാൽ എടുത്തിട്ടുള്ളൂ, 2-ാം പാൽ എടുത്തിട്ടില്ല. ഇത്രയും മതി നമുക്ക് ഗ്രേവിക്ക്. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അതോടൊപ്പം തന്നെ വേഗം കറി താളിച്ചൊഴിക്കാനുള്ള സെറ്റപ്പും ചെയ്യാൻ തുടങ്ങണം. ഇന്ന് രാവിലെ തന്നെ വിരലുമ്മ ഒരു കട്ട് കിട്ടി. ഞാൻ ചിക്കൻ്റെ പീസൊന്ന് ചെറുതാക്കാൻ പോയതാണ്. കുറച്ച് വലിയ പീസായിട്ട് തോന്നി. എന്നാൽ സ്റ്റ്യൂവിനല്ലേ ചെറുതാക്കാമെന്ന് വിചാരിച്ച് ഒന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ കട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് തെന്നിപ്പോയി, അത് മുറിഞ്ഞു വിടും. കട്ട് നല്ലൊരു കട്ട് കിട്ടി. കാര്യം ചെറിയൊരു കട്ടാണ്, പക്ഷെ അത് ഡീപ്പായിപ്പോയി. അതുകൊണ്ട് ഒത്തിരി ചോര വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റി ബ്ലാസ്റ്റൊക്കെ വെച്ചിട്ട് നിൽക്കാണ്ടായപ്പോൾ മോളിക്കോട് ഞാൻ എന്താ ഒരു തുണിയും കൂടെ കെട്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ എന്താ ഒഴിക്കണം കേട്ടോ നമ്മുടെ കറിയിലേക്ക്. നമുക്കിത് ഒന്ന് തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് കറി ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് വയ്ക്കാൻ മതിയല്ലോ. കറിയെല്ലാം കുക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റ്യൂവിന് വേണ്ട കാഷ്നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പർ ടേസ്റ്റി കറിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ നമ്മുടെ കുറച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിടാനായിട്ട് ഞാൻ എന്താ കുറച്ച് ക്യാഷ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേഗം ഗീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഗീ ഒക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാതെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാഷ്നട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ട് ആ സെയിം ഗീയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യണേ. താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ എന്താ കടുക് ഇട്ട് കൊടുക്കണം ഇത്തിരി. പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. മുളകൊന്ന് കീറി ഇടുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2-3 ഐറ്റംസ് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിമൊക്കെ വളരെ കുറച്ചുണ്ട് ഇട്ടേക്കണം. കുറച്ച് കുരുമുളക് പൊടി, എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് പെരുംജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു കുറച്ച് ചേർത്ത് നമ്മുടെ സ്റ്റ്യൂ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത്. പിന്നെ അടുത്തത് ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല, അതും ഒരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്താകുമ്പോൾ എല്ലാ സ്പൈസസും ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. മസാലകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഓൾറെഡി നമ്മളിതെല്ലാം ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ്, അപ്പോൾ പിന്നെ ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് എല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ആക്കണമെങ്കിൽ ഇതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് നമ്മുടെ കാഷ്നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരി. അപ്പോൾ ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഇതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ താളിച്ചെടുത്ത ഐറ്റംസ്. ഇത്തിരി കറി കോരി ഒഴിച്ച് നല്ലപോലെ ഒന്ന് പാനൊന്ന് ഇളക്കിയെടുക്കാം. ഈ രീതിയിലൊന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പാനിലുള്ളതെല്ലാം കിട്ടുമല്ലോ അങ്ങനെ. ഇനി ഞാൻ വേഗത്തിൽ അപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അഞ്ചൂറുള്ള കറിയും അപ്പം എനിക്ക് എടുത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം അഞ്ചൂറുള്ള അപ്പവും കറിയും ആദ്യം എടുത്ത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അഞ്ചൂറ് ഇതാ അപ്പം എടുത്തിട്ടുണ്ട്. കറിയും കൂടി ഇട്ട് കൊടുക്കാം. അഞ്ചു പൊടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അഞ്ചുവിന് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണമാണ് ക്യാരറ്റ് ഭക്ഷണം. അഞ്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പം സ്റ്റ്യൂ, ചിക്കൻ സ്റ്റ്യൂ. എക്സാമൊക്കെ എഴുതി ആകെ മടുത്ത് വന്നിരിക്കുകയാണ് ഞാനും അഞ്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇനി ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ എന്താ ഇതിനകത്തോട്ട് രാവിലെ ഞാൻ കുറച്ച് അപ്പം നമ്മുടെ അപ്പം ചേരിച്ചട്ടിയിൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ചട്ടിയിൽ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കാൻ രണ്ടിടത്തും ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം വേഗം ജോലി കഴിക്കും. ഈ തവയിലാണ് ഞാൻ രാവിലെ കൂടുതൽ അപ്പം ഉണ്ടാക്കിയത്. ഇതിനകത്ത് കുറച്ച് നമുക്ക് കുക്കറിനെ ഒന്ന് മാറ്റി വെക്കാവുന്നു. നമുക്ക് 2 പാനും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം വേഗം അപ്പം ഉണ്ടാകും. ഇവിടെ തവ 2 ചൂടായിട്ടുണ്ട്. ഈ തവയുമ്പോൾ ഞാൻ ഇടയ്ക്കിട്ട് ഇത്തിരി ഓയിൽ തൂത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ സെൻറ്ററിലെ ഭാഗത്തെ കോട്ടിങ്ങൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അങ്ങനെ അപ്പത്തിലിങ്ങനെ കുമ്പളകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ വീർത്ത് കിട്ടിയായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ പിന്നെ നല്ല പോലെ നമുക്ക് വീർത്ത് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം എന്താ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണുണ്ടോ. നമുക്ക് അടുത്തുണ്ടാക്കാം.
പോലെ കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. ഞാൻ ഇതിനകത്ത് തേങ്ങവെള്ളം ചേർത്ത് കേട്ടോ, ഈസ്റ്റൊന്നും ഇട്ടിട്ടില്ല. ഈസ്റ്റ് ചേർത്തേക്കണ അപ്പമല്ല, ഈസ്റ്റ് ഇല്ലാത്ത അപ്പമാണ്. തേങ്ങവെള്ളം ചേർത്ത് പിന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അപ്പമാണ്. ഇവിടെ നോക്കി നമ്മുടെ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന അപ്പം കണ്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ അപ്പമൊക്കെ വേഗത്തിൽ ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം മാർക്കറ്റിൽ പോകാൻ. ഇന്ന് സൺഡേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വേണം. ഉണ്ടോ വേറെത്തൊന്നും വേണം, ഭയങ്കര ചൂടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകാനായിട്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നാളെയാണ് ഞങ്ങൾക്കിവിടെ രക്ഷാബന്ധൻ, രാഖി സെലിബ്രേഷൻ എന്ന് പറയും. സിസ്റ്റർ ബ്രദറിൻ്റെ കൈമ രാഖി കെട്ടുന്ന ദിവസം. ഇവിടെ ഇപ്പോൾ ആൽവിന് ഇല്ലാത്തതുകൊണ്ട് അഞ്ജലിക്ക് ഭയങ്കര വിഷമമാണ്. ആദ്യമായിട്ടാണ് ചേട്ടനെ രാഖി കെട്ടാൻ പറ്റാത്തതെന്നും പറഞ്ഞ് ഭയങ്കര വിഷമമുണ്ട്. വീഡിയോയിൽ കൂടെ ഒക്കെ പറയുന്നത് കേട്ടു. ഞാനന്ന് വിളിക്കുക ചേട്ടനുള്ള രാഖിയുടെ പിക്ചർ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ സെൻഡ് ചെയ്ത് തരാം അന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. നാളെ മൺഡേ ആണ് കേട്ടോ രക്ഷാബന്ധൻ. വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും 3-4 ദിവസം എന്തായാലും കഴിയും, ചിലപ്പോൾ 5-6 ദിവസം കഴിയും. അങ്ങനെ പിന്നെ ആൽവിനെ പറ്റി നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് എന്നും കമൻസിലൂടെ ചോദിക്കുന്നുണ്ട്. ആൽവിൻ സുഖമായിട്ടിരിക്കണം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പാർട്ട് ടൈം ജോബും കിട്ടി. കാര്യം കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. ജോലിയൊക്കെ കിട്ടിയതിനെ കൊണ്ട് ഇപ്പോൾ അങ്ങനെ ജോലിയും ഹോളിഡേയ്സൊക്കെ ആയിട്ട് പോകുന്നു. ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്ലാസ് സെപ്റ്റംബർ 17 ഇനി തുടങ്ങുള്ളൂ. ഫസ്റ്റ് സെമസ്റ്റർ എക്സാമൊക്കെ കഴിഞ്ഞ് ഹോളിഡേയ്സാണ്. ഇപ്പോൾ ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. മുമ്പും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേർക്കൊക്കെ പാർട്ട് ടൈം ജോബ് കിട്ടി. ആൽവിന് കിട്ടാണ്ടായിരുന്നപ്പോൾ ചെറിയൊരു അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും ആൽവിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൽവിനെ ഹാപ്പിയാണ്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള ജോലികൾ കൂടെ വേഗം തീർത്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിലൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ എനിക്ക് പോകുന്ന വഴിക്ക് ഡോക്ടറുടെ അടുത്തേക്ക് കൂടെ പോകണം. BP-യുടെ ടാബ്ലറ്റ്സ് 1 മന്തിന് തന്നായിരുന്നു. അപ്പോൾ 1 മന്ത് കഴിഞ്ഞു, ടാബ്ലറ്റ്സ് തീർന്നു. ഇന്നത്തേക്കും കൂടെയുള്ള ടാബ്ലറ്റ് ഉള്ളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോയി ഡോക്ടറെ കണ്ട് ബാക്കിയുള്ള ടാബ്ലറ്റ്സും കൂടെ വാങ്ങിക്കാനുണ്ട്. 1 മന്ത് കഴിയുമ്പോൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകേണ്ട ദിവസമാണ്. പിന്നെ പോകുമ്പോൾ വലിയ ഷോപ്പിങ്ങൊന്നുമില്ല. ഒരുവിധം ഐറ്റംസൊക്കെ ഞങ്ങൾ ഇന്നലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ്ങിൽ പോയി വാങ്ങിച്ചായിരുന്നു. അതിന് ബൈബിൾ ക്യൂസിന് പോകേണ്ടതിനെ കൊണ്ട് തന്നെ എപ്പോഴും തിരിച്ചു വരാം, ഷോപ്പിങ്ങിനൊക്കെ പോകാൻ നേരം കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചു. അതിൻ്റെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇന്നും ഇപ്പോൾ അഞ്ജുവിന് രാഖി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള സാറുമാരുടെയൊക്കെ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ബ്രദേഴ്സാണ്. അവർക്ക് അഞ്ജുവിനും അതുപോലെ അഞ്ജുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവരൊക്കെ ബ്രദേഴ്സാണ്. അപ്പോൾ അവരുടെ കൈമ കെട്ടണമെന്നും പറഞ്ഞ് രാഖി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഖി വാങ്ങിക്കാനും കൂടെ തന്നെ പോകുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വരണം. പിന്നെ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഇന്നലെ വാങ്ങിക്കാൻ പറ്റില്ല, കുറച്ച് വാങ്ങിച്ച് പോകുന്നു. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഇന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങളിത് ഇറങ്ങാണ്. ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ, അഞ്ചു പോകുന്നില്ല. അഞ്ചു വരുന്നില്ല, വീട്ടിലിരിക്കണുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഹോസ്പിറ്റലിലും കൂടെ പോകേണ്ടതാണല്ലോ. അപ്പോൾ അതിനോട് അഞ്ചു പോരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. ചേട്ടൻ താ ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനും ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹോസ്പിറ്റല്. അപ്പോൾ ഞാൻ അകത്തേക്ക് പോകണം. ഇത് പുറത്തുനിന്ന് ജസ്റ്റ് എടുത്തൊരു വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ പോയി കണ്ടു. അപ്പോൾ എല്ലാം സൂപ്പർ. BP വളരെ കറക്റ്റ് നോർമലായി പോകുന്നു. ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ഓക്സിജൻ ലെവലും BP അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 മന്ത് സെയിം ടാബ്ലറ്റ് എന്നോട് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ വീണ്ടും സെയിം ടാബ്ലറ്റ്സ് തന്നെ പിന്നെയും 1 മന്തിനുള്ളത് വാങ്ങി ഞങ്ങളിതാ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മളിനിപ്പോൾ ആദ്യം എവിടേക്ക് പോകണേ? ഞങ്ങളുടെ ഇൻഡക്ഷൻ കുക്കർ കേടായി കിടന്നിട്ടിപ്പോൾ കുറേ നാളായി അത് കേടായി കിടക്കണം. നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കടയിലൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അവർ ഷോപ്പുകാർ പറഞ്ഞത് കൂടുതലായിട്ട് എടുത്തേക്കുന്നത് ചേട്ടനാണ് പരിപ്പ് അതിൻ്റെ കൂടുതൽ എടുത്തത്. കാരണം വിൻ്റർ സീസണിലൊക്കെ കുടിക്കാൻ വെള്ളം ചൂടാക്കും, ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി. അപ്പോൾ ചിലപ്പോൾ അവിടെ വെച്ചിട്ട് ചേട്ടൻ മറന്നു പോവും. അപ്പോൾ തിളച്ചൊക്കെ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും കേടായി, ഇപ്പോൾ നന്നാക്കാൻ പറ്റുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ ഇനി വേണം.
ഇനി പയ്യെ പയ്യെ നമ്മൾ വിൻ്ററിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അത് മസ്റ്റാണ്. വെള്ളം ചൂടാക്കാൻ കാര്യങ്ങൾക്കൊക്കെ വേഗത്തിൽ നമ്മുടെ ജോലികളൊക്കെ ഒന്ന് നീങ്ങണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ വേണം. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളത് ഇല്ലെങ്കിലും അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഒരെണ്ണം വാങ്ങിക്കാൻ പോകണം. പിന്നെ അഞ്ചുവിന് രാഖി വാങ്ങിക്കണം. അങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. ഇത് സൺഡേ ആയതുകൊണ്ട് മാർക്കറ്റിലൊക്കെ നല്ല റഷ് കേട്ടോ. അത് മാത്രമല്ല നാളെ രക്ഷാബന്ധനാണ്, അവരുടെ വെരി ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവലാണത്. അപ്പോൾ ഇന്ന് അവർക്ക് നല്ല ഷോപ്പിംഗ്, പിന്നെ രാഖി വാങ്ങിക്കൽ, സ്വീറ്റ്സ് വാങ്ങിക്കൽ, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉള്ള ഒരു ദിവസമാണെന്ന്. ഞങ്ങൾക്കായാലും നാളെ ഹോളിഡേ ആണ് കേട്ടോ, സ്കൂളിനൊക്കെ ഹോളിഡേ ആണ്. ഇവിടെ പുറത്തുള്ള മിക്ക കടകളും ഇതാ പുറത്ത് നമുക്ക് കാണാം രാഖി വെച്ചിരിക്കുന്ന കടകളാട്ടോ. ഇതാ ഇതൊക്കെ രാഖി വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കാനുള്ള കട. ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങണം. അങ്ങനെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു. ബജാജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ കേട്ടോ വാങ്ങിയത്, ബജാജ് കമ്പനിയുടെ. പിന്നെ അഞ്ചിനുള്ള രാഖി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ചിന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ബ്രദേഴ്സിനൊക്കെ പോയി കെട്ടാനാണ്, ഞങ്ങളുടെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചു. ഇനി നമ്മളങ്ങനെ വാങ്ങേണ്ട ഒരുവിധ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണം. നല്ല തിരക്ക് തന്നെയാണ് മാർക്കറ്റിലിപ്പോൾ. അതുപോലെ തന്നെ ഭയങ്കര ചൂടും കേട്ടോ. നമ്മൾ വണ്ടിയിൽ AC ഒക്കെ ഇട്ടിട്ടൊന്നും AC-യുടെ ഒന്നും യാതൊരു ഇഫക്റ്റും ഇല്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതൊക്കെയാണ് തൽക്കാലം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.